കിച്ചൺ ടീമിൻ്റെ അനാസ്ഥയാണ് കേട്ടോ ലൈവിൽ ഇന്ന് രാവിലെ മുതൽ നടക്കുന്നത്. ഭയങ്കര പ്രശ്നമാണ് ലൈവിൽ നടക്കുന്നത്. അതിൻ്റെ മെയിൻ പ്രശ്നത്തിനുള്ള കാരണവും കിച്ചൺ ടീം, അതായത് ക്യാപ്റ്റന്മാരാണ് കിച്ചൺ ടീമായിട്ട് വന്നിരിക്കുന്നത്. അവർ എന്തുകൊണ്ട് ഈ കിച്ചൺ ടീമിലേക്ക് വന്നു എന്നുള്ളത് നമുക്കറിയാം. ഭക്ഷണം കഴിക്കാൻ വേണ്ടി, ലക്ഷറി ഫുഡ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ പ്രോപ്പറായിട്ട് ഫുഡൊന്നും ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നില്ലെന്നേ. എന്തായാലും ലാലേട്ടൻ ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇതുവരെയും 10-20 പേരുള്ളപ്പോൾ പോലും ഇവർക്ക് ഇത്രയും പട്ടിണി കിടക്കേണ്ടി വന്നിട്ടില്ല. ഇന്നലെയൊക്കെ 2 നേരമാണ് ഇവർ ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. അതോ രാവിലത്തെ ഭക്ഷണം ഉച്ചയ്ക്കും, ഉച്ചക്കത്തെ ഭക്ഷണം വൈകുന്നേരം അല്ല രാത്രിയും. ക്യാപ്റ്റന്മാരായി കഴിഞ്ഞാൽ ഇവർക്ക് എന്തും ചെയ്യാം എന്നാണോ? അങ്ങനെയാണ് ഇവർ കരുതിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. അത്തരത്തിലാണ് ലൈവ് പോകുന്നത്. അതിനത് ചോദ്യം ചെയ്തുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് വീട്ടിലുള്ളപ്പോൾ ഇമാതിരി തോന്നിവാസം ഒന്നും വീട്ടിൽ നടക്കില്ല. ചോദ്യം ചെയ്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് അനീഷും ഷാനവാസും. ഇതിൽ ഷാനവാസ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നുണ്ട്. നിവിൻ്റെ നേർക്കാണ് ഷൗട്ട് ചെയ്യുന്നത്. കാരണം നിവിനാണ് അത്രത്തോളം ഒച്ചയും ബഹളമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാക്കുന്നത്. കുറച്ച് മുടന്ന ന്യായങ്ങളും പറഞ്ഞുകൊണ്ട് വരുന്നത് നെവിനാണ്. അപ്പോൾ നെവിനോടല്ലേ ചോദിക്കേണ്ടത്. ഇന്ന് ചോറിൻ്റെ കൂടെ ഒരു കറി മാത്രമേ ഉള്ളൂ, എന്നാൽ ഒരുപാട് പച്ചക്കറികൾ ഇവർക്ക് ഉണ്ട്. അപ്പോൾ തോരനും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്നാണ് നെവിൻ പറയുന്നത്. സമയമില്ല അത്രേ. രാവിലെ മുതൽ 3 പേരുണ്ട്. 2 പേര്, ബാക്കിയുള്ള 2 പേര് കഥയും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ, അക്ബറും ആര്യനും. നിവിൻ മാത്രമാണ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും പച്ചക്കറി കട്ട് ചെയ്യാൻ അറിയാമല്ലോ. കട്ട് ചെയ്ത് കൊടുത്താൽ നിവിൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ അടുത്ത ആളും ഉണ്ടാക്കും. അല്ലെങ്കിൽ അറിയാത്തവരൊക്കെ പഠിക്കണ്ടേ? ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ കിച്ചൺ ടീമിൽ. വേണമെങ്കിൽ സഹിച്ചാൽ മതി എന്ന് നിവിൻ പറയുന്നു. വിട്ടുകൊടുക്കുമോ? ഷാനവാസ് പിന്നാലെ പോയി കൊടുത്തു. നിങ്ങൾക്ക് അഹങ്കാരമാണ്, നിനക്ക് അഹങ്കാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കി തരും, അത് കഴിച്ചാൽ മതി. ഞങ്ങൾ ഉണ്ടാക്കി തരുന്നത് മിണ്ടാതിരുന്ന് കഴിച്ചിട്ട് ടാസ്ക് ചെയ്യാൻ പോയിക്കോന്ന്. എന്തൊരു വർത്തമാനമാണ് നവീൻ പറയുന്നത്. ഞാൻ കിച്ചൺ ടീമിലെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഞാൻ തീരുമാനിക്കും ഇവിടെ എന്തുണ്ടാക്കണം എന്തുണ്ടാക്കണ്ടെന്ന്. ഞാൻ തരുന്ന നിങ്ങൾ കഴിച്ചാൽ മതി. വൈകുന്നേരം കഞ്ഞിയും പയറുമാണ്. കഞ്ഞിയും പയറുന്ന അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. എന്തോരം സാധനങ്ങളുണ്ട്, എന്നിട്ടും കഞ്ഞിയും പയറൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ കഞ്ഞി വേറെ പയറ് വേറെ അങ്ങനെയല്ല, കഞ്ഞിയും പയറും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കുള്ളൂ. ആഹാ, അങ്ങനെ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പോര്. എന്താ എനിക്ക് തോന്നുന്നില്ല സീരിയലിൽ പോലും ഇത്രയും പോരുണ്ടാവും തോന്നുന്നില്ല. അത്രമാത്രം പോരാണ് കേട്ടോ നിവിൻ അവിടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്തായാലും ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഷാനവാസ് എത്തിയിട്ടുണ്ട്. ഷാനവാസ് മാത്രമല്ല, അനീഷും ഷാനവാസിന്റെ കൂടെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി ദിവസം സമയത്തിന് ഫുഡ് തന്നില്ല, അത് ചോദ്യം ചെയ്ത് ഇവരെത്തിയിരുന്നു. അതിൻ്റെ പ്രതികാരം വീട്ടലാണ്. പക പോക്കൽ എന്നൊക്കെ പറയില്ലേ, അതാണ് ഇപ്പോൾ ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഞാൻ മുമ്പത്തെ സീസണിലൊക്കെ കണ്ടിട്ടുള്ളത് അവസാന സമയമാകുമ്പോൾ ഇവർ കുറേ പരീക്ഷണങ്ങൾ നടത്തും. ഫുഡിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, കുറച്ച് പേരെ കഴിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും അവർ. ഇങ്ങനെ ഓരോന്നോ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഉണ്ടാവുള്ളൂ. അവർക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോൾ അത് കുറച്ച് റീലായിട്ട് വരും. അതൊക്കെ കണ്ട് രസിക്കാൻ അവർക്ക് അതൊക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണ് സാധാരണ സീസണിൽ കണ്ടുവരുന്നത്. പക്ഷേ ഈ സീസണിൽ മാത്രമാണ് കേട്ടോ അവസാന സമയം ഇപ്പോൾ ഫുഡ് പിശുക്കുന്നത്, ഫ്രിഡ്ജിൽ വെച്ച് ചീത്താക്കിക്കൊണ്ടേ കളയാൻ വേണ്ടിയിട്ട്. അവർക്ക് എന്തൊക്കെ രസകരമായിട്ട് കിച്ചൺ കൊണ്ടുപോകാം. നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. എല്ലാം കാത്തിരുന്നതിനെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.